Hi guys, welcome back to kopyknight. I am Abhijit. Now, in this video, we will see a table. About table we use many materials use metal use wood use glass use granite marble. If we use table but we tile table complete tile use top bag table top ചെയ്തിരിക്കുന്നത് ടൈൽ ഉപയോഗിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ടാവും. ഇത് ഡ്യൂറബിൾ ആണോ അതേപോലെ തന്നെ ഈ ഒറ്റ പീസ് ടൈൽ ഉപയോഗിച്ചാണോ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമോ അതോ ഒരുപാട് പീസസ് ഒക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ ഡൗട്ട് വന്നിട്ടുണ്ടാവുക. അപ്പോൾ അതിന്റെ എല്ലാ എക്സ്പ്ലനേഷൻ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ടൈൽ വെച്ചുള്ള ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്ന ഫുൾ പ്രൊസീജിയർ നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി സംസാരിച്ച സമയം കളയുന്നില്ല, നമുക്ക് വേഗം വീഡിയോയിലേക്ക് തന്നെ പോവാം. അപ്പോൾ ഈ ടേബിൾ കാണാൻ മനസ്സിലാവും, ഇത് വലിയൊരു ടേബിളാണ്, വലിയ സൈസിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ടേബിളിൻ്റെ ഒരു സൈസ് പറയുകയാണെങ്കിൽ 160 സെൻറ്റിമീറ്റർ ലെങ്ത്തും അതേപോലെ 80 സെൻറ്റിമീറ്റർ വിഡ്ത്തും പിന്നെ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 86 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. ഈ ഒരു ഷീറ്റ് വെറുതെ ഇട്ടിരിക്കുന്നുള്ളൂ, അടിയിൽ ബാക്കി കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തില്ല. അടിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടൈലിൻ്റെ പീസും കൂടി ഇടാവുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലൈവുഡോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു കമ്പാർട്ട്മെൻ്റ് ഒക്കെ തിരിച്ചിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അത് നിങ്ങളുടെ പർപ്പസ് അനുസരിച്ചിരിക്കും. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ടൈലിൻ്റെ ഒരു പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, അപ്പോൾ നമ്മൾ മുറിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറബിൾ ആയിട്ടുള്ള സൈസിനനുസരിച്ച് ടേബിൾ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് എത്ര സൈസിലാണെന്ന് വെച്ചാൽ മുറിച്ചെടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവൽ ഷേപ്പിലോ ഇങ്ങനെ ഓവൽ ഷേപ്പിൽ നമുക്ക് ടൈല് മുറിക്കാൻ പറ്റും. അതുപോലെ റൗണ്ട് ഷേപ്പിലാണ് വേണമെങ്കിൽ അതനുസരിച്ച് ചെയ്യാവുന്നുള്ളൂ. അതിനുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിന് ഡ്യൂറബിലിറ്റി ആണ്. ഇതൊരു സ്റ്റഡി ടേബിൾ ആയിട്ടോ അല്ലെങ്കിൽ ഡൈനിങ് ടേബിൾ ആയിട്ടോ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ടേബിളൊക്കെ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ഒരുപാട് കാലം നിൽക്കുന്ന ഒരു ടേബിൾ തന്നെയായിരിക്കും ഇത്. പക്ഷേ നമ്മളൊരു വർക്കിംഗ് ടേബിളൊക്കെ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഡ്യൂറബിലിറ്റി കുറവ് വരും, പൊട്ടലും കാര്യങ്ങളൊക്കെ വരും. കാരണം ഇതൊരു വിട്രിഫൈഡ് ടൈലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതെങ്കിലും അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ, മാർബിളോ ഗ്രാനൈറ്റോ പോലെ അത്രയും ഡ്യൂറബിലിറ്റി കിട്ടില്ല. പക്ഷേ നമ്മൾ സ്റ്റഡി ടേബിളോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനത്തെ പർപ്പസിനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിതിന് ഒരുപാട് ഡ്യൂറബിലിറ്റി കിട്ടും. ഓക്കെ, പിന്നെ നമ്മളിതിൻ്റെ ഫ്രെയിം ചെയ്തിരിക്കുന്നത് ആംഗുലർ വെച്ചാണ്. ആംഗുലറിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ 1.25 ഇഞ്ചിൻ്റെ വിഡ്ത്തും, ഈ വിഡ്ത്താണ് പറയുന്നത് 1.25 ഇഞ്ചിൻ്റെ. അതേപോലെ തന്നെ ഈ തിക്നെസ് പറയുന്നത് 1/8 ഇഞ്ചുമാണ് വരുന്നത്. പിന്നെ എൻ്റെ ലെഗിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ റബ്ബർ ബുഷ് ഇൻസ്റ്റാൾ ചെയ്യാം. റബ്ബർ ബുഷ് വരുമ്പോൾ അത് സ്റ്റഡി ആയിട്ട് ഇരുന്നോളും, പിന്നെ നമുക്കത് മൂവ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്കൊരു നൈലോണിൻ്റെ വീൽസ് ഒക്കെ കിട്ടും, നൈലോൺ വീൽസ് ഉപയോഗിച്ചാണ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിൻ്റെ ഫ്രെയിമിൽ വരുന്നത്. പിന്നെ ഫ്രെയിം നമുക്ക് വേണമെങ്കിൽ സ്ക്വയർ ട്യൂബും വെച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ആയിട്ടുള്ള ലുക്ക് വരുന്നത്. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇനി ഇതിൻ്റെ പ്രോസസ്സ്, അതായത് ഈ ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്ന പ്രോസസ്സാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതോടൊപ്പം തന്നെ ലാസ്റ്റ് ഇതിൻ്റെ ടോട്ടൽ ബഡ്ജറ്റും ഓരോ മെറ്റീരിയലിനും വന്ന കോസ്റ്റും നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി ടേബിൾ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ടൈലൊന്ന് റെഡിയാക്കണം. ടൈല് റെഡിയാക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷാർപ്പ് എഡ്ജസ് നമുക്കൊന്ന് ചാംഫർ ചെയ്യണം, അല്ലെങ്കിൽ റൗണ്ട് ചെയ്യണം. ഇതെന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഏതൊരു ഒബ്ജക്റ്റിൻ്റെ ആയാലും ഷാർപ്പ് എഡ്ജസ് പെട്ടെന്ന് തന്നെ ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ ഈ എഡ്ജസ് കൊണ്ട് നമുക്കും ഡാമേജ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മൾ 45 ഡിഗ്രിയിൽ ചാംഫർ ചെയ്യുകയോ അല്ലെങ്കിൽ റൗണ്ട് ചെയ്യുകയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഒരു ഡയമണ്ട് ഗ്രൈൻഡിങ് വീൽ വെച്ചിട്ട് ആദ്യം ഒന്ന് ഓടിച്ചു വിടും. അതിനുശേഷം സെറ്റ് ഓഫ് പോളിഷിംഗ് വീൽസ് ഉണ്ട്, ഒരുപാട് നമ്പേഴ്സ് ഉള്ള ഒരുപാട് ഗ്രേഡ്സ് ഉള്ള പോളിഷിംഗ് വീൽസ് ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അത് സ്മൂത്ത് ആക്കി എടുക്കാനും പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് എത്രയാണോ ചാംഫർ ചെയ്യുന്നത് അത്രയും ഭാഗത്ത് ഒരു പർട്ടിക്കുലർ ഡയമെൻഷൻ എടുക്കും. ഇപ്പോൾ പറയുകയാണെങ്കിൽ 5 mm ആണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ 4 സൈഡിലും ഈ ഡയമെൻഷൻ മാർക്ക് ചെയ്തതിന് ശേഷം അതുമൊക്കെ ഒരു സെല്ലോ ടേപ്പോ അല്ലെങ്കിൽ ഒരു ഇൻസുലേഷൻ ടേപ്പോ ഒട്ടിക്കുക. അപ്പോൾ കട്ട്, അതായത് ഗ്രൈൻഡിങ് വീൽ വെച്ച് നമ്മൾ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ പുറത്തെ ഭാഗത്തേക്ക് പോകാതിരിക്കാൻ, കൂടുതൽ ഉള്ളിലേക്ക് കയറി പോകാതിരിക്കാൻ ഈ സെല്ലോ ടേപ്പ് നമ്മളെ സഹായിക്കും.
അപ്പോൾ ടൈലിൻ്റെ 4 സൈഡും നമ്മളിപ്പോൾ ചാംഫർ ചെയ്തിട്ട് സ്മൂത്ത് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഓരോ കോർണറും നമുക്കൊന്ന് കർവ് ചെയ്തെടുക്കണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഈ കോർണേഴ്സിൻ്റെ കുറച്ച് ഭാഗം ഡയമെൻഷൻ, എല്ലാ ഭാഗത്തും ഡയമെൻഷൻ നോക്കിയിട്ട് കുറച്ച് ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ചാംഫർ ചെയ്ത് സ്മൂത്ത് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ടൈല് സെറ്റ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ടേബിളിൻ്റെ ഫ്രെയിം അടിച്ചെടുക്കണം. ഫ്രെയിം അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിന് ഏത് മെറ്റീരിയലാണെന്ന് സെലക്ട് ചെയ്യണം. മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പോൾ ഈ ടൈലിൻ്റെ വെയിറ്റും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഈ ടൈലിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് നമ്മളെടുത്തിരിക്കുന്നത് ആംഗുലറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്വയർ ട്യൂബും വെച്ചും ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ കുറച്ചും കൂടിയും ബെറ്റർ ആയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ആംഗുലറാണ്. അപ്പോൾ ആംഗുലർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമ്മളുടെ സൈസ് എന്ന് പറയുന്നത് ആംഗുലറിൻ്റെ സൈസ് 1.25 1/8 ഇഞ്ചാണ്. അപ്പോൾ ഈ സൈസിലുള്ള ആംഗുലറാണ് നമ്മൾ ഫ്രെയിം അടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ആംഗുലറൊക്കെ വരുമ്പോൾ തന്നെ നല്ല ബെൻഡായിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഈ ബെൻഡിങ്ങൊക്കെ നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഹാമർ വെച്ചിട്ട് അടിച്ചുകൊണ്ടിരിക്കുക. അടിച്ചിട്ട് അതിൻ്റെ ലെവലിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക. അതിനുശേഷം നിങ്ങളൊരു ഈവൺ ആയിട്ടുള്ള, അതായത് ലെവൽഡ് ആയിട്ടുള്ള ഒരു സർഫസ് കണ്ടുപിടിക്കുക. അങ്ങനെ പറ്റിയില്ലെങ്കിൽ കുറച്ച് ടൈലിൻ്റെ പീസൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു സർഫസ് ക്രിയേറ്റ് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സർഫസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ കട്ട് ചെയ്ത ആംഗിളിൻ്റെ ഓരോ ഭാഗങ്ങളും യോജിപ്പിച്ച് വെച്ച് സ്പോട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. ജോയിൻ ചെയ്തിട്ട് ആ ജോയിൻ ചെയ്യുന്ന കോർണറിൽ ട്രൈ സ്ക്വയർ വെച്ചിട്ട് അത് ലെവലാണോ, അത് 90 ഡിഗ്രി ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് സ്പോട്ട് അടിക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ടേബിളിൻ്റെ ഓരോ കോർണറിലും നമുക്ക് കാലുകൾ വെച്ച് സ്പോട്ട് അടിക്കണം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. കാരണം ജസ്റ്റ് ഒന്ന് ഡീവിയേഷൻ സംഭവിച്ചാൽ ടേബിളിൻ്റെ ആ ലെവലിങ് തന്നെ മാറിപ്പോവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. അതേപോലെ തന്നെ ട്രൈ സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് 90 ഡിഗ്രി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം സ്പോട്ട് അടിക്കുക. പിന്നെ ഈ സ്പോട്ട് അടിച്ചതിന് ശേഷം നമ്മൾ എല്ലാം വെൽഡിങ്ങും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ മെറ്റൽ നല്ല രീതിയിൽ ഹീറ്റാവും. അപ്പോൾ ഹീറ്റാകുമ്പോൾ ചെറുതായിട്ടൊന്ന് ബെൻഡാവാനും ഡീവിയേഷൻ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ സ്പോട്ടൊക്കെ അടിക്കാനായിട്ട്.
അപ്പോൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ടേബിളിൻ്റെ ഫ്രെയിം സ്ട്രക്ചർ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ വെൽഡ് ചെയ്ത ഭാഗത്ത് ജസ്റ്റ് ഫ്ലക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചിപ്പ് ചെയ്ത് കളയണം. അതോടൊപ്പം തന്നെ ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് അതൊന്ന് ഫിനിഷ് ആക്കണം. അപ്പോൾ ഗ്രൈൻഡിങ് ഒക്കെ കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മളിപ്പോൾ പെയിൻറ്റിങ്ങിലേക്ക് കിടക്കണം. പെയിൻറ്റ് ചെയ്യുമ്പോൾ ഇത്രയും ചെറിയ സർഫസ് ഏരിയ ഉള്ള ഒബ്ജക്ട്സൊക്കെ സ്പ്രേ പെയിൻറ്റ് ഉപയോഗിച്ച് ചെയ്യരുത്. അത് എക്സ്പെൻസീവ് ആണ്. മാത്രമല്ല നമുക്ക് കിട്ടേണ്ട റിസൾട്ട് ആവില്ല കിട്ടുന്നത്. കാരണം ചെറിയൊരു സ്ക്രാച്ച് വന്നാൽ സ്പ്രേ പെയിൻറ്റ് ഇളകി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്പ്രേ പെയിൻറ്റ് പകരം നമ്മൾ ആദ്യം ജസ്റ്റ് ഒരു പ്രൈമറി കോട്ട് എന്ന രീതിയിൽ പ്രൈമർ അടിക്കുക. പ്രൈമർ റെഡ് ഓക്സൈഡൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് അടിച്ചാലും മതി. അപ്പോൾ പ്രൈമറി കോട്ടായിട്ട് റെഡ് ഓക്സൈഡ് അടിച്ചതിന് ശേഷം നമ്മൾ സെക്കൻഡറി കോട്ടായിട്ട് കൊടുക്കാൻ പോകുന്നത് ബ്ലാക്ക് പെയിൻ്റ് ആണ്. ബ്ലാക്ക് ഇനാമൽ പെയിൻ്റാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രൈമർ അടിച്ചതിന് ശേഷം ഒരു ദിവസമെങ്കിലും വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ രണ്ടാമത്തെ കോട്ടായിട്ടുള്ള ഇനാമൽ പെയിൻറ്റ് അടിക്കാൻ പാടുള്ളൂ. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അല്ലെങ്കിൽ നമ്മൾ ഈ ഇനാമൽ പെയിൻറ്റ് അടിക്കുമ്പോൾ തന്നെ ഈ പ്രൈമർ നമ്മുടെ ബ്രഷിൽ പറ്റി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അടിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും താഴെ നിന്ന് അടിക്കുക. അല്ലെങ്കിൽ മുകളിൽ നിന്ന് അടിക്കുമ്പോൾ പിന്നെ താഴേക്ക് പോകുമ്പോൾ നമ്മുടെ തലയിലൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള ഫ്രെയിം നമ്മൾ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചാണ് നമ്മൾ ടൈൽ ഇതിൻ്റെ മുകളിൽ വിരിക്കാൻ പോകുന്നത്. ഇനി നമ്മൾ ഈ ടൈല് ഫ്രെയിമും ഒട്ടിക്കുന്നത് വെതർ സിലിക്കോൺ ഉപയോഗിച്ചുകൊണ്ടാണ്. ഫ്രെയിമിന് നമ്മൾ അടിച്ചിരിക്കുന്ന പെയിൻറ്റ് ബ്ലാക്ക് ആയതുകൊണ്ട് നമ്മൾ ബ്ലാക്ക് കളറിലുള്ള വെതർ സിലിക്കോണാണ് ചൂസ് ചെയ്തത്. വെതർ സിലിക്കോൺ തന്നെ ഉപയോഗിക്കുന്നതാണ് ബെറ്റർ. കാരണം മെറ്റലാണ്, അതുകൊണ്ട് തന്നെ ഹീറ്റ് അബ്സോർബ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അതനുസരിച്ച് തന്നെ നമ്മളുടെ ഈ ഹീറ്റ് സിലിക്കോണിലേക്ക് ട്രാൻസ്ഫർ ആവും. അതുകൊണ്ട് കാലക്രമേണ സിലിക്കോണിനുള്ള ബോണ്ട് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ വെതർ സിലിക്കോൺ തന്നെ ചൂസ് ചെയ്തത്. നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ടൈൽ ഒറ്റ പീസ് ആയതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് അങ്ങോട്ട് ഇറക്കി വെച്ചാൽ മതി. വേറെ അതിൻ്റെ കട്ടിങ്ങോ അല്ലെങ്കിൽ വേറെ ജോയിനിങ്ങോ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ ടൈല് നമ്മുടെ ഫ്രെയിമായിട്ട് ജോയിൻ്റ് ആയിട്ട് ഇരിക്കണമെങ്കിൽ ഈ ഫ്രെയിമിൽ കുറച്ച് ക്രോസസ് ഒക്കെ കൊടുക്കണം. അപ്പോൾ ഇത് ഫ്രെയിമിൻ്റെയും ടൈലിൻ്റെയും സൈസ് അനുസരിച്ചാണ് നമ്മൾ ക്രോസ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ക്രോസസ് 3 മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ കൊടുക്കാം. കുറവ് എന്തായാലും ഈ ലെങ്ത്തിനുള്ളത് കൊടുക്കാണ്ടിരിക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ സിലിക്കോണൊക്കെ കൊടുത്തതിന് ശേഷം ഫ്രെയിമിൽ നമ്മൾ ടൈല് വിരിച്ചിരിക്കുകയാണ്. ഒരു അബദ്ധം പറ്റിയതെന്താണെന്ന് വെച്ചാൽ ടൈല് വിരിക്കുന്ന വീഡിയോ നമ്മൾ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയായിരിക്കും ഈ ടൈല് കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ സൈഡിലും ഒരു 5 സെൻറ്റിമീറ്റർ ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഭംഗി കിട്ടും. അങ്ങനെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഈ ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് വന്ന ടോട്ടൽ എക്സ്പെൻസ് ആണ് നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ടൈലിൻ്റെ കേസ് തന്നെ നോക്കുകയാണെങ്കിൽ ടൈലിൻ്റെ കോസ്റ്റ് ഏകദേശം വന്ന് 1200 രൂപയാണ്. അപ്പോൾ 160 സെൻറ്റിമീറ്റർ ലെങ്ത്തും 80 സെൻറ്റിമീറ്റർ വിടുത്തുള്ള ഒറ്റ ഒരു പീസ് ടൈലാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായത്. അതിലും കുറവ് കിട്ടുന്ന ഹോൾസെയിൽ ആയിട്ടുള്ള മാർക്കറ്റ്സും അവൈലബിൾ ആണ്. പിന്നെ നമ്മളത് കൊണ്ടുവന്നത് സ്കൂട്ടറിലായതുകൊണ്ട് ഡെലിവറി ചാർജസ് ഒന്നും വന്നില്ല. അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ടേബിളിൻ്റെ ഫ്രെയിം അടിക്കാൻ വേണ്ടി ഉപയോഗിച്ചത് 3 ആംഗുലർ ആണ്. സൈസ് പറയുകയാണെങ്കിൽ 1.25 ഇഞ്ച് 1/8 ഇഞ്ചാണ് വരുന്നത്. അതിന് ഏകദേശം വന്നത് 1800 രൂപയാണ്. അതും ഇതേപോലെ അവിടെ നിന്ന് മുറിച്ച് സ്കൂട്ടറിലാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് ട്രാവൽ ചാർജസ് ഒന്നും വന്നിട്ടുണ്ടായില്ല. അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ പെയിൻറ്റിൻ്റെ എക്സ്പെൻസ് ആണ്. പെയിൻറ്റിങ്ങിന് വന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു 200 മില്ലിയുടെ ഒരു ബ്ലാക്ക് ഇനാമൽ പെയിൻറ്റ് വാങ്ങിച്ചതിന് 80 രൂപയും പ്രൈമർ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭാഗം ഉണ്ടായിരുന്നു. ഒരു 250 മില്ലിയുടെ ബോട്ടിലിൻ്റെ ഭാഗം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ എക്സ്പെൻസ് എത്രയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, മുമ്പ് വാങ്ങിച്ചത് വെച്ചായിരുന്നു. എനിവേ പക്ഷേ ബ്ലാക്ക് ഇനാമൽ പെയിൻറ്റ് വാങ്ങിച്ചിട്ടും അത് ഒരു ഭാഗം മാത്രമേ തീർന്നുള്ളൂ. 3/4 ഭാഗം ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 50 മില്ലിയൊക്കെ വാങ്ങിച്ചാൽ മതി നിങ്ങൾക്ക്. അടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിച്ച മെഷീൻ ടൂൾസിൻ്റെ എക്സ്പെൻസ് ആണ്. റെൻറ്റിന് എടുക്കുകയാണെങ്കിൽ ഉള്ള പൈസ എനിക്ക് അറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റെൻറ്റിനെല്ലാം എടുത്ത് നമ്മുടെ കയ്യിൽ മെഷീൻസൊക്കെ അവൈലബിൾ ആയിരുന്നു. അതുകൊണ്ട് റെൻറ്റിൻ്റെ എക്സ്പെൻസ് എത്രയാണെന്ന് നമുക്ക് അറിയില്ല. പക്ഷേ അതിന് കട്ടിംഗ് വീൽസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കട്ടിംഗ് വീല് 12 രൂപ വെച്ച് 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മെറ്റൽ കട്ട് ചെയ്യുന്ന വീല് ഗോൾഡൻ ബുള്ളറ്റിൻ്റെ ആണ് നല്ല വീൽസ്. അപ്പോൾ അവരുടെ വാങ്ങുകയാണെങ്കിൽ ഈസി ആയിട്ട് കട്ടിങ് ഒക്കെ ചെയ്യാൻ പറ്റും. അടുത്ത് നോക്കുകയാണെങ്കിൽ ഗ്രൈൻഡ് ചെയ്യാനായിട്ട് ഗ്രൈൻഡിങ് വീൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം 25 രൂപയാണ് വന്നത്. പിന്നെ ടൈല് ഗ്രൈൻഡ് ചെയ്യാനായിട്ട് എക്സ്ട്രാ ഒരു വീല് ഡയമണ്ട് ഗ്രൈൻഡ് വീൽ എന്നാണ് പറയുന്നത്.
അത് ഏകദേശം ഒരു 160 രൂപ വന്നു. അതിൻ്റെ കൂടെ തന്നെ ടൈല് പോളിഷ് ചെയ്യാനായിട്ട് സ്മൂത്തൻ ചെയ്യാനായിട്ട് 2 വീൽസ് എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു വീല് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന് ഏകദേശം 90 രൂപയായിട്ടുണ്ട്. പിന്നെ ടൈൽ ഒട്ടിക്കാൻ വേണ്ടി നമ്മൾ വെതർ സിൽക്കോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിന് 250 രൂപയാണ് വന്നത്. പിന്നെ അവസാനമായിട്ട് നമ്മൾ വാങ്ങിച്ചത് ലെഗിലേക്കുള്ള ടേബിളിൻ്റെ ലെഗിലേക്ക് 4 റബ്ബർ ബുഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പെർ പീസ് 8 രൂപയാണ് വന്നത്. അപ്പോൾ ടോട്ടൽ 32 രൂപ വന്നു. അപ്പോൾ ടോട്ടൽ നമുക്ക് വന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇതാ ഈ കാണുന്നതാണ്. അപ്പോൾ ഈ പൈസയ്ക്ക് ഈ ടേബിൾ ഉണ്ടാക്കുന്നത് വർത്താണോ എന്ന് ഞാൻ പറയുന്നില്ല. എന്തായാലും നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കണമെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ട്വിറ്ററിലോ ചോദിക്കാവുന്നതാണ്. എല്ലാത്തിനും ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഒരു ചെറിയ